ബ്രിട്ടനിലെ ക്രൈസ്തവ പാരമ്പര്യത്തെ നിലനിർത്താൻ തെരുവിലിറങ്ങി ബ്രിട്ടൻ ജനത. അടുത്തിടെ ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുകയും തീവ്ര വലതുപക്ഷ അനുഭാവിയുമായ ടോമി റോബിൻസിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ റാലിയിൽ 10,000-കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. മേക്ക് ബ്രിട്ടൻ ഗ്രേറ്റ് അഗെയിൻ മുദ്രാവാക്യവുമായി കൈകളിൽ കുരിശുകളും യൂണിയൻ പതാകകളും ബാനറുകളും ഉയർത്തി പ്രതിഷേധക്കാർ ക്രിസ്തു രാജാവാണെന്ന് ഏറ്റുപറഞ്ഞാണ് മാർച്ച് നടത്തിയത്. മേക്ക് ഇംഗ്ലണ്ട് ഗ്രേറ്റ് അഗെയിൻ തൊപ്പികൾ ധരിച്ചെത്തിയവർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന പ്രസ്ഥാനത്തെ പ്രതിധ്വനിപ്പിച്ചു. രാജ്യത്തിന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ക്രൈസ്തവ മൂല്യങ്ങളെ തിരിച്ചു പിടിക്കണമെന്നും രാജ്യം വീണ്ടും മഹത്തരമാകണമെങ്കിൽ നമ്മുടെ ക്രൈസ്തവ പൈതൃകത്തിലേക്ക് തിരിച്ചു പോകേണ്ടതിന്റെ ആവശ്യകത ദേശസ്നേഹികൾ തിരിച്ചറിയേണ്ടതുണ്ടെന്നും പ്രതിഷേധത്തിൽ പങ്കെടുത്ത ലോർഡ്സ്ബർഗ് ട്രസ്റ്റിലെ ലൂക്ക് ബാർക്കർ പറഞ്ഞു. പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ ടോമി റോബിൻസൺ 2025 കോടതിയലക്ഷ്യത്തിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിലായിരിക്കുമ്പോഴാണ് ക്രിസ്തുവിശ്വാസത്തിലേക്ക് കടന്നുവരുന്നത്. ആധുനിക സമൂഹത്തിൽ ക്രൈസ്തവ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത ഇപ്പോൾ പലരും അനുഭവിക്കുന്നുണ്ടെന്ന് ടോമി റോബിൻസൺ പറഞ്ഞു. സമാധാനം, അന്തസ്സ്, അനുരഞ്ജനം എന്നിവയ്ക്കുള്ള സുവിശേഷത്തിന്റെ ആഹ്വാനത്തിന് ഊന്നൽ നൽകി വിശ്വാസം രാഷ്ട്രീയ ശത്രുതയുടെയോ സാമൂഹിക വിഭജനത്തിന്റെയോ ഉറവിടമാകാൻ അനുവദിക്കരുതെന്നും ബ്രിട്ടനിലെ സഭാ നേതാക്കൾ പ്രതിഷേധക്കാരോട് അഭ്യർത്ഥിച്ചു.